നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് പാപ്പ നാമനിർദ്ദേശം ചെയ്ത 21 പേർ നാളെ ഡിസംബർ 7 നടക്കുന്ന ചടങ്ങിൽ വെച്ച് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനിരിക്കെ റോമിലെ ഏറ്റവും പുരാതനമായ തയ്യൽക്കടയായ ഗാമറെല്ലി ടൈലർ ഷോപ്പ് വാർത്തകളിൽ ഇടം നേടുന്നു. പുതു കർദിനാൾമാരുടെ ചടങ്ങിനുള്ള ഔദ്യോഗിക വസ്ത്രം തയ്ക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഗാമറെല്ലി. ഫ്രാൻസിസ് പാപ്പ പുതിയ കർദിനാൾമാരെ പ്രഖ്യാപിച്ചതിനു പിന്നാലെ അവർ തങ്ങളുടെ കടയുടെ പ്രദർശനജാലകം പരമ്പരാഗത കർദിനാൾ വസ്ത്രങ്ങളാൽ ക്രമീകരിച്ചിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. ലോറൻസോയും മാസിമിലിയാനോയും ചേർന്നാണ് നിലവിൽ ഷോപ്പ് നടത്തുന്നത്. 2024 അവസാനിക്കുവാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ലോകത്തെ ഈ വർഷത്തെ ഏറ്റവും ജനപ്രിയ ബൈബിൾ വാക്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 6-ാം വാക്യമാണ്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ എന്ന വചനമാണ് 2024 ലോകമെമ്പാടും ഏറ്റവും അധികം വായിക്കപ്പെട്ടതും പങ്കുവയ്ക്കപ്പെട്ടതുമെന്ന് പ്രമുഖ ബൈബിൾ ആപ്ലിക്കേഷനായ യുവേർഷൻ വെളിപ്പെടുത്തി. നൈജീരിയയിലെ എനുഗു സംസ്ഥാനത്തു നിന്ന് 6 ദിവസം മുൻപ് തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയ കത്തോലിക്ക വൈദികന് മോചനം. കഴിഞ്ഞ ശനിയാഴ്ച എൻസുക്ക പ്രാദേശിക മേഖലയിലെ ഉഗ്വോഗോ നൈക്ക് OP എക്സ്പ്രസ് റോഡിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയ ഫാദർ ജെറാൾഡ് ഒഹേരി എന്ന വൈദികനാണ് മോചിതനായിരിക്കുന്നത്. തെക്കുകിഴക്കൻ നൈജീരിയയിൽ ഹോളി സ്പിരിറ്റ് സന്യാസ സമൂഹാംഗമായ ഫാദർ ജെറാൾഡ് സ്പിരിറ്റൻ സമൂഹത്തിന്റെ എൻസുക്കയിലുള്ള മേജർ സെമിനാരിയിലെ പ്രൊഫസർ കൂടിയാണ്. ഫാദർ മാർട്ടിൻ ഡി പോറസ് മരിയ വാർഡിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് വത്തിക്കാന്റെ അംഗീകാരം. 916 ബോസ്റ്റണിലെ ചാൾസ് ടൗണിൽ പ്രൊട്ടസ്റ്റന്റ് സഭയിൽപ്പെട്ട ഒരു കുടുംബത്തിലാണ് വാർഡ് ജനിച്ചത്. കുട്ടിക്കാലത്ത് മാതാപിതാക്കളും സഹോദരങ്ങളും വാഷിംഗ്ടൺ DC-യിലേക്ക് താമസം മാറി. അവിടെ അവർക്ക് വെള്ളക്കാരിൽ നിന്നും അവഗണനകളാണ് ലഭിച്ചിരുന്നത്. കൗമാരപ്രായത്തിൽ വാർഡ് ഒരു സുഹൃത്തിനൊപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ 17 വയസ്സുള്ളപ്പോൾ അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരികയായിരുന്നു. സ്ലൊവേനിയയുടെ പ്രസിഡന്റ് നതാഷ പിർച്ച് മുസാറുമായി കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസിസ് പാപ്പ. കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സ്ലൊവേനിയയിലെ പ്രാദേശിക സഭയും രാഷ്ട്രവും പൊതുസമൂഹവുമായുള്ള ബന്ധം, പടിഞ്ഞാറൻ ബാൽക്കൻ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മധ്യപൂർവ്വ ദേശങ്ങളിലെയും ഉക്രൈനിലെയും സംഘർഷങ്ങൾ തുടങ്ങിയവ ചർച്ചാ വിഷയങ്ങളായെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പെരോളിനുമായി പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി.